എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഒരു വിഷു ഇവിടെ ആവാനായി, നമ്മളൊരു വിഷുക്കാലം. അപ്പോൾ നമ്മൾ വിഷുവായിട്ട് ബന്ധപ്പെട്ടുള്ള ഓർമ്മകളാണ് ഇന്ന് നമ്മൾ വീഡിയോ. പ്രധാനമായിട്ട് ഞാൻ എൻ്റെ ഓർമ്മകൾ, അതായത് ഞാനൊക്കെ ഒരു ചെറിയ കുട്ടിയായിരുന്ന കാലത്തുണ്ടായിരുന്ന ആ ഒരു വിഷുവിൻ്റെ ഓർമ്മകൾ, പിന്നെ അമ്മ വിഷുവിൻ്റെ ഓർമ്മകൾ, അമ്മേൻ്റെ ഒരു കുട്ടിക്കാലത്തുള്ളത് അതും ഓർക്കുന്നുണ്ട്. അങ്ങനെ ആണ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക. വിഷുവിൻ്റെ ആ ഒരു ഇപ്പോൾ എനിക്കൊക്കെ ഇപ്പോൾ വിഷുവിൻ്റെ ഒരു ഞാൻ ഏതായാലും എൻ്റെ വിഷു ഓർമ്മകളാണ് ആദ്യം നമ്മൾ പങ്കുവെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അമ്മേൻ്റെ വിഷു ഓർമ്മകൾ അതൊക്കെ ഒന്ന് കേൾക്കാം. അപ്പോൾ ഞാൻ ആദ്യം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഞങ്ങളൊക്കെ ആ ഒരു കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് പന്തലൂര്, മഞ്ചേരിക്കടുത്ത് പന്തലൂര്, അതാണ് ഇപ്പോൾ ഞങ്ങളെ തറവാട് ഒക്കെ നിൽക്കുന്ന സ്ഥലം. ഞാൻ പന്തലൂർ ആ ഒരു തറവാട് വീട്ടിൽ തന്നെയാണ് ജനിച്ചത്. ആ ഒരു വീട്ടിലെ ഒരു വടക്കേ മുറിയുണ്ട്, ആ മുറിയിൽ തന്നെ ഞാൻ ജനിച്ചത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ എല്ലാ ഓർമ്മകളും കാര്യങ്ങളും എല്ലാം കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പം ഞങ്ങൾക്ക് അവിടെ എങ്ങനെയാ വെച്ചാൽ, ഒന്നാമത് നമുക്ക് ഈ വിഷുവിൻ്റെ കാലം എന്ന് പറയുമ്പോൾ ഓർമ്മ വരിക പ്രത്യേകിച്ച് ആ ഒരു വേനൽക്കാലമാണ്. നല്ല ചൂടും ഒക്കെ ഉള്ള കാലമാണ്. ഇന്നത്തെ അത്ര ഒരു ചൂടൊന്നും എനിക്ക് തോന്നുക, ഇത്ര ചൂട് ഇപ്പോൾ ചൂടൊക്കെ കൂടി വരികയാണ്. അന്ന് ഇത്ര ഇല്ലെങ്കിലും ഒട്ടും മോശമില്ല. അപ്പോൾ ആ ഒരു വേനൽക്കാലത്ത് ഉള്ള ആ ഒരു വേനൽക്കാലത്തിൻ്റെതാണ് ഏറ്റവും കൂടുതൽ വിഷുവിൻ്റെ ഒരു ഓർമ്മയിൽ തന്നെ വരിക. എന്ന് വെച്ചാൽ നമുക്ക് ഒന്നാമത് സ്കൂള് പൂട്ടിയിട്ടുണ്ടായിരിക്കും. സ്കൂള് 2 മാസം പൂട്ടുന്നൊരു സമയം കൂടിയാണല്ലോ. അപ്പോൾ ആ ഒരു വെക്കേഷൻ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ചിലത് കളിച്ച് നടക്കുന്ന ആ ഒരു സമയം കൂടിയാണ്. ആ ഒരു ഇതുകൂടി ഉണ്ട് വിഷുവിന്. നമുക്ക് ആ ഒരു ദിവസം ഓണത്തിൻ്റെ പോലെ, ഓണത്തിനും 10 ദിവസം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസത്തെ ലീവ് പോലെ അല്ലല്ലോ. ഇത് ഒരു 2 മാസത്തെ ലീവിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ വിഷു കൂടിയും വരുന്നത്. മാർച്ചിലെ എന്നൊക്കെ വെച്ചാൽ തന്നെയാണല്ലോ, മാർച്ചിലൊക്കെ പരീക്ഷയെ കഴിഞ്ഞ് സ്കൂളൊക്കെ പൂട്ടി. അപ്പോൾ ഏപ്രിൽ മെയ് മാസം 2 മാസം നല്ല കളിച്ച് നടക്കാൻ പറ്റുന്നൊരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും വിഷുവും ആ സമയത്ത് വന്നുകൊണ്ട് കുറച്ചുകൂടി ഒരു മധുരമാണ് വിഷുവിന്. അപ്പോൾ അതൊന്ന്. അപ്പോൾ വിഷുവിൻ്റെ വെച്ചാൽ അന്നൊക്കെ പിന്നെ ഈ ഒരു വേനൽക്കാലം അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ തൊട്ടടുത്ത് അമ്പലമുണ്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ ഒരുപാട് സ്ഥലമുണ്ട്. അമ്പലം നല്ല വിസ്തൃതിയിലുള്ള അമ്പലം കൂടിയാണ്. അമ്പലത്തിന്റെ വീഡിയോയും നമ്മളെ തറവാട് വീടൊക്കെ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം ആ വീഡിയോന്റെ ലിങ്ക്. അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ ഈ പറയുന്ന ഈ 2 സ്ഥലങ്ങളും നമുക്ക് നമ്മുടെ വീഡിയോയിൽ കൂടെ കണ്ടു പരിചയമുള്ളവർക്ക്, നമ്മൾ ആ നേരിട്ട് കാണാത്തവരോ അല്ലെങ്കിൽ അറിയാത്തവർക്കോ, അല്ലാതുള്ളവർക്ക് പിന്നെ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ ഒരു വിഷുവിന് ഈ ഒരു കൂടുതലായിട്ട് ഞങ്ങൾ ആ ഒരു കുട്ടിക്കാലത്ത് അമ്പലത്തിന്റെ പറമ്പില്, അമ്പലത്തിന് അന്ന് കുറേ അതിന്റെ മുൻവശത്തൊക്കെ നല്ല ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട്, കളിസ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെയൊക്കെ ആയിട്ടാണ് ഓടിച്ചാടിയുള്ള കളികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ വിഷുവിന് പിന്നെ മുൻവശത്ത് വലിയ വയലാണ്. അപ്പോൾ വയലിൽ അവിടെ ഉള്ള കളികളുണ്ട്. ഇങ്ങനെയൊക്കെയാണ് വിഷുവിന്റെ കളികളും കാര്യം. ആ വിഷുക്കാലത്ത് നമ്മൾ വെക്കേഷൻ സമയം കൂടി ചേർത്തുകൊണ്ടുള്ള കളികൾ. പിന്നെ നമുക്ക് വിഷുവിന്റെ പെട്ടെന്ന് അതൊക്കെ അങ്ങനെ വിഷുവിന്റെ ഏകദേശം വിഷു വരുന്നതിന്റെ ഒരു 10-15 ദിവസം മുമ്പ് നമുക്ക് എന്താ വെച്ചാൽ ഏത് കാര്യത്തിനും അങ്ങനെയാണല്ലോ, പ്രകൃതി എപ്പോഴും അതിൻ്റെ ഒരു മാറ്റം പ്രകൃതിയിൽ കാണാം നമുക്ക്. ഓണം വരുമ്പോൾ ഓണത്തിന്റെ ആ ഒരു മാറ്റങ്ങൾ, അതായത് പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ. വിഷു ആകുമ്പോൾ പ്രധാനമായിട്ടും നമുക്കറിയാം വിഷുവിന്റെ ആ ഒരു ഇത്. പിന്നെ നമ്മളെ കണിക്കൊന്ന, വിഷുവിന് കണിക്കൊന്ന ഒക്കെ പൂത്തിട്ടുണ്ടായിരിക്കും മിക്കവാറും എല്ലാ മരങ്ങളും. ഞങ്ങളവിടെ വീട്ടിൽ, ഞങ്ങളെ വടക്കോർത്ത്, നമ്മൾ വടക്ക് ഭാഗത്ത് വീടിന്റെ അടുക്കളേന്റെ ഒക്കെ ആ ഒരു ഭാഗത്ത് വടക്ക് ഭാഗത്ത് ഒരു ചെറിയൊരു മരം ഉണ്ടായിരുന്നു, കണിക്കൊന്നേൻ്റെ. ആ ഒരു ചെറുതാണ്, പക്ഷെ നല്ല പൂവ് നല്ല ഉണ്ടായിരിക്കും. അപ്പൊ ഞങ്ങളൊക്കെ അതിൽ നിന്ന് എടുത്തിരുന്നു. അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ അമ്പലത്തിന്റെ ഒക്കെ സൈഡിലായിട്ട് അവിടെയൊക്കെയുള്ള പറമ്പുകളിലും അവിടെയൊക്കെ ഉണ്ടായിരിക്കും. അവിടെ നിന്നൊക്കെ ആയിരിക്കും കണിക്കൊന്ന ഒക്കെ പറക്കില്ല. അപ്പൊ തലേ ദിവസം നമുക്ക് ഈ 10-15 ദിവസം മുമ്പ് തന്നെ ഒരു വിഷുവിന്റെ ഒരു വരവറിയിച്ചുകൊണ്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ നമുക്ക്. ആ ഒരു സമയത്ത് അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോ അതിനൊക്കെ ആയിട്ട് ഒരുങ്ങി നമ്മൾ അപ്പോഴേക്ക് ഉള്ള കാര്യങ്ങൾ എല്ലാം മനസ്സിൽ ഇങ്ങനെ ഓരോരോ ആഗ്രഹങ്ങളും ആശകളും ഉണ്ട്. നമുക്ക് വിഷുവിന് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് കളിക്കാണ്ട് ഇങ്ങനെ ആലോചിച്ച് നമുക്ക് എപ്പോഴും സന്തോഷമാണത്. ഉത്സവങ്ങൾ, ഏത് ഉത്സവങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് ഈ തലേ ദിവസത്തിലാണ് നമ്മളിപ്പോൾ ഏതാണെങ്കിലും, ഇപ്പോൾ തിരുവോണാണെങ്കിൽ നമ്മൾ ഉത്രാടത്തിനൊരു ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞ പോലെ വിഷുവിന്റെ തലേ ദിവസമാണ് ഈ ഒരുങ്ങല് കാര്യങ്ങളൊക്കെ. എപ്പോഴും എനിക്കും അതെ, ഏതൊരു ആഘോഷം നമുക്ക് ആഘോഷത്തിന്റെ ദിവസത്തിലേറെ നമുക്ക് കൂടുതൽ ഇഷ്ടം അതിന്റെ തലേ ദിവസമായിരിക്കും. കാരണം അത് വരുന്നതിന് മുമ്പ്, അതിന്റെ പിറ്റേ ദിവസം നമ്മൾക്ക് അത് കഴിഞ്ഞു എന്നുള്ള ആ ഒരു സങ്കടം, നമ്മളൊരു ഫീലിംഗ് ആയിരിക്കുമല്ലോ നമുക്ക്. അപ്പൊ അങ്ങനെ ഉണ്ടായിരിക്കും. പക്ഷെ അപ്പൊ എപ്പോഴും ഇത് ആഘോഷം നടക്കുന്നതിലേറെ ആഘോഷത്തിന്റെ തലേ ദിവസമാണ് ആ ഒരു ഒച്ചയും ബഹളവും ഒക്കെ ആയിട്ട് അതിന്റെ ഒരുക്കങ്ങൾ, അതിന്റെ ഒരു നമ്മൾ പറയില്ലേ ഓടിപ്പാച്ചില്,
അപ്പോൾ ഞങ്ങൾക്ക് അവിടെ എങ്ങനെയാ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ ഒരുങ്ങാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ വീട്ടിലാണെങ്കിൽ, ഇപ്പൊ ഞങ്ങൾ വീട്ടിൽ അന്ന് ഞാൻ, പിന്നെ ജ്യേഷ്ഠൻ, 2 പെങ്ങന്മാര്, പിന്നെ അച്ഛൻ, അമ്മ, പിന്നെ അച്ഛന്റെ പെങ്ങള്. ഞങ്ങൾക്ക് അവിടെ എങ്ങനെ വെച്ചാൽ അച്ഛന്റെ പെങ്ങളാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എപ്പോഴും, ഈ വിഷുവിന്റെ തലേ ദിവസം കണി ഒരുക്കുന്ന കാര്യങ്ങളാണെങ്കിലും, അതിനിപ്പോൾ ഓണത്തിന്റെ മുമ്പുള്ള ഒരുക്കങ്ങൾ, ഇങ്ങനെ പഴയ ആചാരപരമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ നല്ല പ്രാപ്തിയും അതിൽ കുറച്ച് അറിവുണ്ടായിരുന്നു അച്ഛന്റെ പെങ്ങൾക്കാണ്. അമ്മയ്ക്ക് ഉള്ളതിലേറെ അറിവ് അച്ഛന്റെ പെങ്ങൾക്കാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ നിറ കുത്തിരിയൊക്കെ നടക്കുന്ന സമയത്ത് ഈ അണിയല് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പഴയ നല്ല അത്യാവശ്യം പഴയ കാര്യങ്ങളിൽ നല്ല വായന അറിവുള്ള ആളാണ്. പിന്നെ മാത്രമല്ല ഇങ്ങനെയുള്ള ദിവസേന വായനകളും പിന്നെ മറ്റു കാര്യങ്ങളും വായിക്കും. ഈ നമ്മൾ അതല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളിപ്പോ ഒരു ജനറൽ നോളജ് എന്ന് പറഞ്ഞ പോലെ മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ അത്യാവശ്യം നല്ല വായനയൊക്കെയുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലും പഴയ കാര്യങ്ങളൊക്കെ കൂടുതൽ ഒരുക്കാൻ, അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എണ്ണങ്ങളുണ്ട് എന്നുള്ളതൊക്കെ ഒരുക്കി റെഡിയാക്കല് അച്ഛന്റെ പെങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുക്കങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ ആയി ഞങ്ങൾ ഇങ്ങനെ ഓരോ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെ, ഞങ്ങളേതായ നമ്മൾ പറയില്ലേ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ, അതൊക്കെ സഹായിച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടായിരിക്കും. അതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ പ്രായമായവർ ഞങ്ങൾ ചെയ്യണതിൽ എന്തെങ്കിലും വല്ല അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ചീത്ത പറയല് കാര്യങ്ങൾ, അതും അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈ ഒരുക്കങ്ങള് കാര്യങ്ങൾ, അതിലേക്ക് വേണ്ട കണിക്ക് നമ്മൾ സാധാരണ ഒരുക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ, അതിപ്പോ നമുക്കിപ്പോ അറിയുന്ന കാര്യമാണല്ലോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒരുക്കി ഓട്ടൂറിലെയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതെല്ലാം ഒരുക്കി തലേ ദിവസം ആകുമ്പോഴേക്കിനൊക്കെ റെഡിയാക്കി വെക്കലായി. വീടടിച്ച് തളിച്ച് വൃത്തിയാക്കല് കാര്യങ്ങൾ അതവിടെ വേറെ നടക്കും. പഴയ കാലത്ത് ഞങ്ങൾക്ക് വെച്ചാൽ അന്ന് പഴയ കാലത്തെ വീടുകളും അല്ലേ, അപ്പൊ അതൊക്കെ പഴയ ആ തറവാട് വീട്ടിൽ അടിച്ചു വാരി വൃത്തിയാക്കാൻ തന്നെ ഒരുപാട് സമയം പിടിക്കും. അപ്പൊ ഞങ്ങളും ഞങ്ങളേതായ രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ഉണ്ടായിരിക്കും. പിന്നെ അതിന് വേണ്ടിയിട്ട് ആ കാലത്താകുമ്പോൾ മാങ്ങ ഉണ്ട്, ഇതൊക്കെ ഞങ്ങൾക്ക് പിന്നെ പറമ്പിൽ തന്നെ ഇതെല്ലാം ഉണ്ട്. അപ്പൊ അതൊക്കെ റെഡിയാക്കി വെച്ച് അങ്ങനെ കണീന്റെ കാര്യങ്ങളും ഒക്കെ ഒരുക്കി വൈകിട്ട് അത് കഴിഞ്ഞ് പിന്നെ സാധാരണ പോലെ കിടന്നുറങ്ങി. പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ആ ഒരു കണി കാണാൻ എണീക്കുന്ന സമയം, പിന്നെ മുതിർന്നവര് ആ രീതിയിലാണല്ലോ നമ്മൾ കണി കാണൽ കാര്യം, കുട്ടികളെയൊക്കെ കണി കാണിക്കലും. അത് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ കൈനീട്ടം, അച്ഛൻ പിന്നെ എല്ലാവർക്കും കൈനീട്ടം കൊടുക്കലായി. പിന്നെ എന്താ വെച്ചാൽ അപ്പോ ഓരോരുത്തർക്കും ആ ഒരു ഓർഡർ പ്രകാരം എല്ലാവർക്കും ഉള്ള കൈനീട്ടം കാര്യങ്ങൾ തന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അത് ഏകദേശം അപ്പോഴേക്ക് വെളിച്ചായി വരുന്നേ ഉള്ളൂ, അതായത് പുലർച്ചയായി ഇങ്ങനെ നേരം വെളിച്ചായി വരുന്നേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാവിലത്തെ ഒരു കുളി കഴിഞ്ഞ് അമ്പലത്തിൽ പോക്ക് കഴിഞ്ഞ്, അങ്ങനെ തൊട്ടടുത്ത് തന്നെ അമ്പലമുണ്ട്, അമ്പലക്കുളം ഉണ്ട്. അപ്പൊ ആ കുളി ഇതൊക്കെ കഴിഞ്ഞ് വരുന്നു. പിന്നെ അമ്പലത്തിലും അതേ കണി, അതുപോലെ അമ്പലത്തിൽ നിന്ന് ഇതേപോലെ നമ്പൂതിരി ഇത് തരും, വിഷു കൈനീട്ടം തരും. അത് ഒരു അന്നത്തെ കാലത്ത് ആ കാലത്തെ മൂല്യത്തിനനുസരിച്ചുള്ള ഒരു നാണയത്തൊട്ടാണല്ലോ കാര്യമായിട്ട് കൊടുക്കുക. അപ്പൊ അത് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ അതും വാങ്ങി വന്നു. അപ്പോഴേക്ക് നാട്ടിലുള്ള മറ്റ് അമ്പലത്തിൽ തൊഴുന്നവരെല്ലാവരും ഉണ്ടായിരിക്കും. അങ്ങനെ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും ആ ദിവസങ്ങളിലൊക്കെ, അമ്പലത്തിൽ നല്ല ഭക്തജന തിരക്കുണ്ടായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുന്നു. പിന്നെ ഈ കിട്ടുന്ന പൈസകൾ പറഞ്ഞു വെച്ചാൽ ഞങ്ങൾക്ക് അന്ന് വെച്ചാൽ ഇങ്ങനെ കൂടുതലും പിന്നെ അച്ഛന്റെ അനിയൻ വരും, അതുപോലെ അങ്ങനെയുള്ള അവരെ ഇന്നൊക്കെ. അപ്പൊ അന്ന് പ്രധാനമായിട്ട് കാരണന്മാരായിട്ടുള്ള വീടുകളിലുള്ള ഞങ്ങളെ വീട്ടിലുണ്ടായിരുന്ന അവരൊക്കെ വന്ന് ഞങ്ങൾക്ക് ഈ വിഷു കൈനീട്ടമൊക്കെ കിട്ടി. എല്ലാവരും അന്നൊക്കെ എല്ലാവരും ഒത്തുകൂടി. ഇപ്പൊ പിന്നെ നമ്മൾക്ക് എല്ലാം കൂട്ടുകുടുംബങ്ങളൊക്കെ മാറി, അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒത്തുചേരലുകളൊക്കെ കുറഞ്ഞത്. പിന്നെ അന്ന് നമ്മൾ ഈ സമയത്താണ് കൂടുതൽ കാണുന്നത്. മറ്റത് ഇപ്പൊ എല്ലാ സമയത്തും കാണാം. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഇന്നിപ്പോ എന്താ വെച്ചാൽ മൊബൈൽ ഫോണുകളൊക്കെ വന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും ആളുകളെ കണ്ട് സംസാരിക്കാം, അല്ലാതെ ശബ്ദം കേട്ടിട്ടോ എങ്ങനെയാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും കണക്റ്റഡ് ആണ്. ഇപ്പൊ അതുകൊണ്ടാണ് ഇന്ന് പഴയ പോലെ അല്ലാത്തൊരു രീതി മാറിയൊക്കെ കുറെയൊക്കെ വരുന്നത്. ഞങ്ങൾ തന്നെ അങ്ങനെയാണ്. ഇപ്പൊ വിഷുവിന്, അപ്പൊ ഈ വിഷുവിനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഞങ്ങളിപ്പോ ഞാനും അമ്മയും ഇവിടുന്ന് ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞ് പെങ്ങള് ജ്യേഷ്ഠനൊക്കെ അത് കഴിഞ്ഞിട്ടേ അവർ വരില്ല. അവരെ വീട്ടിൽ നിന്ന് തന്നെ ആഘോഷിച്ചിട്ട് പിന്നീട് വൈകിട്ട് വന്നിട്ടാണ് എല്ലാവരും ഒന്ന് ഒത്തുകൂടി. അങ്ങനെ അതിനനുസരിച്ചൊക്കെയാണ് പല നേരത്തൊക്കെ ആയിട്ട് വരും. കാരണം അല്ലാത്ത സമയങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മുമ്പ് അങ്ങനെയല്ല, മുമ്പ് ഒക്കെ ഓരോരുത്തരും ഓരോരോ ഭാഗത്തായിരിക്കും. അപ്പൊ ഇതുപോലെ കാണാനുള്ള കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങളൊന്നും അന്നില്ല. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് അന്ന് ഉടനെ കുറച്ചുകൂടി ഒരു മധുരം കൂടിയിരുന്നത്. ഇന്നിപ്പോ എപ്പോഴും കാണുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളൊക്കെ എന്നും കാണുന്നവരാണ്. ഇപ്പൊ പെങ്ങളാണെങ്കിലും ജ്യേഷ്ഠനാണെങ്കിലും എല്ലാവരും അടുത്ത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു ഉത്സവ സമയം എന്നുള്ള രൂപത്തിലുള്ളൊരു പ്രത്യേകിച്ചൊരു ഇത് വരുന്നില്ല. അതുകൊണ്ടാണ് ഞാനും അമ്മയും മാത്രമുള്ളത് ഞങ്ങൾ ഇവിടെ എപ്പോഴും നമ്മൾ പ്രഷർ കാണുന്നത്. അപ്പൊ അത് അങ്ങനെ. അപ്പൊ പഴയ കാലത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അന്നപ്പോ അപ്പൊ ആ ഒരു ഇതൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് അതൊക്കെ എന്തൊക്കെ വെച്ച് നോക്കി, അതിനെന്തെങ്കിലും വാങ്ങിക്കേണ്ട വല്ലതും ഉണ്ടെങ്കിൽ ചിലപ്പോൾ കടയിൽ നിന്ന് വല്ല മിഠായി വാങ്ങാന്നൊക്കെ അങ്ങനത്തെ ആഗ്രഹങ്ങളല്ലേ ഉള്ളത്.
ആ പ്രായത്തിനനുസരിച്ച്. അതൊക്കെ വാങ്ങി ഞങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ. പിന്നെ അച്ഛനുള്ളൊരു പതിവ് എന്താ വെച്ചാൽ അച്ഛന് അന്ന് ഞങ്ങളെ വീട്ടിന്റെ പടിക്കിലൂടെ പോകുന്ന മിക്കവാറും ആളുകൾക്ക്, മിക്കവാറും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ വേണമെങ്കിൽ പറയാം, അത് വിഷു കൈനീട്ടുണ്ട്. ആ പടിക്ക് കൂടെ അന്ന് ഇപ്പൊ ഇന്നത്തെ പോലെ അത്ര വലിയ പൊതു ഒരു വഴി എന്നുള്ള രൂപത്തിലായിട്ടില്ല. ഞങ്ങളെ വീടിന്റെ മുമ്പിലൂടെ ഒരു അന്ന് ടാറ് ചെയ്തിട്ടില്ല ഈ റോഡ്. അപ്പൊ ആ ഒരു സാധാരണ ഒരു പഞ്ചായത്ത് റോഡ് എന്നറിയില്ല നമ്മൾ, അങ്ങനെ ഒരു റോഡ് ഉണ്ട്. അതിന് മുമ്പ് വലിയ ചെറിയ ഇടാഴിയായിരുന്നു. അപ്പൊ അതിലൂടെ പോകുന്നവർക്കൊക്കെ ഒരു വിഷു കൈനീട്ടം കൊടുക്കുന്ന ഒരു പതിവുണ്ട് അച്ഛൻ. അതിലങ്ങനെ ഇതൊന്നുമില്ല, എല്ലാ ആളുകൾക്കും കൊടുക്കും. അപ്പൊ അങ്ങനെ അത് ചെറിയൊരു പൈസയാണെങ്കിലും അത് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് എനിക്ക് വലിയൊരു ഓർമ്മ വരുന്നുണ്ട് ഇപ്പോ. അപ്പൊ എല്ലാവർക്കും കൈനീട്ടം കൊടുത്തിരുന്നു അച്ഛൻ. അപ്പോ അത് അങ്ങനെ ഒരു കാര്യം. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. പിന്നെ വെച്ചാൽ നമുക്ക് എല്ലാം പിന്നെ ഒരു സദ്യ, നമ്മളൊരു ഓണത്തിന്റെ ഒരു വിഷുവിന്റെ സദ്യ എന്ന് പറയുമ്പോൾ ഓണത്തിന്റെ സദ്യ പോലെ അത്ര അങ്ങോട്ട് ഒരുപാട് വിഭവങ്ങളുള്ള രൂപത്തിലായിരുന്നില്ല. എന്നാൽ അത്യാവശ്യം എല്ലാ വിഭവങ്ങളും ഉണ്ടാവും. കാരണം ആ കാലത്ത് കിട്ടിയിരുന്ന കുറച്ചും കൂടി ഒരു നാടൻ രീതിയിലാണ്. ഓണത്തിന് നമ്മളൊരു ശരിക്കും ഒരു കല്യാണ സദ്യ പോലുള്ള സദ്യയൊക്കെ അല്ലേ കൂടുതൽ നമ്മളൊരു മനസ്സിലതാണുള്ളത്, അല്ലെങ്കിൽ അന്ന് അങ്ങനെയായിരുന്നു. പക്ഷെ വിഷുവിന് അങ്ങനെ, വിഷുവിന് കുറച്ചുകൂടി നമ്മളൊരു നാടൻ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കൊണ്ടുള്ള സദ്യയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അതായത് നമ്മൾ ഇപ്പോ അവിയലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, എന്നാലും അല്ലാതെ ഉള്ള നമ്മൾ വെള്ളരിക്ക കൊണ്ടൊക്കെ ഉള്ള കറികൾ ആ രൂപത്തിൽ ഒരു അന്ന് ഒരു കൃഷിന്റെ ഒരു കാലമാണ് അതൊക്കെ. ഒരു കൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് കൂടിയാണല്ലോ നമുക്ക് ഇത്ര ഓർമ്മകൾ. അപ്പോൾ പറമ്പിലുള്ള നാടൻ വിഭവങ്ങൾ കൊണ്ടുള്ള നാടൻ കറികളാണ് അന്ന് കൂടുതൽ ഞങ്ങളൊക്കെ അവിടെ വീട്ടിലുണ്ടാക്കിയെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനത്തെ വിഭവങ്ങളാണ് ഉണ്ടാവുക. അതെല്ലാം കൂടി ചേർത്തുള്ളൊരു സദ്യ. അപ്പൊ അതിനൊരു രസമാണ്. പിന്നെ പായസം തീർച്ചയായിട്ടും അന്നത്തെ കാലത്തായതുകൊണ്ട് എന്തായാലും ഉണങ്ങല്ലരിന്റെ ശർക്കര, തേങ്ങ ഇടിച്ചു പിഴിഞ്ഞ പായസം, അല്ലെങ്കിൽ സാധാരണ പായസം, ഇങ്ങനെ ഏതെങ്കിലും ഒരു പായസമായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ അത് പാൽപ്പായസം. ഇത് രണ്ടായിരുന്നു പായസമൊക്കെ ഉണ്ടാക്കിയിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ നമ്മള് അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണത്തിന്റെ കാര്യം അങ്ങനെയാണ്. പിന്നുള്ള ഒരു പ്രധാന കാര്യം എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും നമുക്ക് വിഷു എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വിഷുവിന്റെ പടക്കം. അതായത് പടക്കം, പൂത്തിരി, കമ്പിത്തിരി, അതുപോലെയുള്ള മെത്താപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ ഞങ്ങൾക്ക് അന്ന് എങ്ങനെ വെച്ചാൽ അച്ഛൻ പൊതുവെ എങ്ങനെ വെച്ചാൽ ഈ പടക്കങ്ങളായിട്ടുള്ളതല്ലോ, നമ്മൾ പൊട്ടുന്ന പടക്കങ്ങൾ, ഓലപ്പടക്കം അതുപോലെയുള്ളത്, കോമ്പലപ്പടക്കം, ഇത് പൊതുവെ അങ്ങനെ വലിയൊരു താല്പര്യം കാണിച്ചിരുന്നില്ല. അച്ഛൻ പൊതുവെ അത് നമുക്ക് എപ്പോഴും അതിൽ ഇങ്ങനെ അതൊരു ഇതാണല്ലോ, ഒന്ന് പൊട്ടുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ അതിൽ എന്തെങ്കിലും കയ്യിൽ വെച്ചിട്ട് പൊട്ടിക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഇത് പേടിച്ചുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറച്ചൊരു നിയന്ത്രണം അന്നേ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ ഇതാണ് കൂടുതൽ. അതായത് നമ്മൾ പൂത്തിരി, നമ്മൾ കയ്യിൽ വെച്ചിട്ടുള്ള ആ ഒരു കമ്പിത്തിരി ഉണ്ടല്ലോ, അതുപോലെ പൂക്കുറ്റി, ചക്രം, നമ്മൾ ഈ നിലത്ത് തന്നെ കത്തിച്ചിട്ട് ഇങ്ങനെ തിരിയുന്ന ചക്രം, അതായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ ഞങ്ങൾ വാങ്ങിയിരുന്നത്. അല്ലാതെ നമ്മളിങ്ങനെ പൊട്ടുന്ന തരത്തിലുള്ള അല്ല. പൊതുവെ കോമ്പലപ്പടക്കം അങ്ങനെയുള്ള ഒന്നും അല്ല പൊതുവെ ഉണ്ടായിരുന്നു. അടുത്ത വീടുകളിൽ നിന്നൊക്കെ നന്നായിട്ട്, ഞങ്ങളെ ഇവിടെ പന്തലൂര് തറവാട് വീടിന്റെ അടുത്തൊക്കെ വീട്ടിൽ നിന്നൊക്കെ പുലർച്ചെ സമയത്ത് ആ വിഷുക്കണി കണ്ടു കഴിഞ്ഞ ശേഷം ഗംഭീര പൊട്ടിക്കലായിരിക്കും. അപ്പൊ ഞാനൊക്കെ എന്താ വെച്ചാൽ അന്ന് ഇത് കണ്ട് നോക്കിയിരിക്കും. കാരണം ഞങ്ങളെ വീട്ടിലധികം ഇത് വാങ്ങിക്കില്ല, ഈ തിരികളൊക്കെ വാങ്ങിക്കും ഇങ്ങനെയുള്ള കത്തുന്ന, ഇത് വാങ്ങില്ല. അപ്പൊ ദൂരെ നിന്ന് കേൾക്കുന്നത്, അപ്പൊ ഇത് കാണാൻ വേണ്ടിയിട്ട് പൊതുവെ എനിക്കും അങ്ങനെ തന്നെ. ഇങ്ങനെ ഈ പൊട്ടുന്ന പടക്കങ്ങളോട് അന്നും ഇല്ല ഇന്നും വലിയ താല്പര്യമില്ല. എനിക്ക് ഇങ്ങനെ കത്തുന്നതായാലും പൂക്കുറ്റിയൊക്കെ കാണാനൊരു രസമല്ല, അതിന്റെ ഒരു ഭംഗിയുണ്ടത്. അങ്ങനെയുള്ളത് പൊട്ടുന്ന പടക്കങ്ങൾ പൊതുവെ തീരെ താല്പര്യമില്ല എനിക്ക്. ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വാങ്ങിക്കില്ല, ഈ തിരികളായിട്ടുള്ള എന്തെങ്കിലും വാങ്ങിക്കുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിഷുവിന്റെ ഏറെക്കുറെ കാര്യങ്ങൾ. പിന്നെ വിഷുവിന് ഉള്ള പ്രധാന കുറച്ചെന്ന് വെച്ചാൽ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ, അപ്പൊ ഈ കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ അന്ന് ഇന്നത്തെ പോലെ നമ്മൾ സിനിമ കാണല് കാര്യങ്ങളും സിനിമ ഹാളിൽ പോയി കാണുന്ന കാര്യങ്ങളൊന്നും എനിക്കും അത്ര ഓർമ്മയില്ല. ഞാനൊക്കെ കുറച്ച് നല്ല പ്രായമായ ശേഷമാണ്, ഒരു 10-20 വയസ്സ് കഴിഞ്ഞ ശേഷമൊക്കെയാണ് ഈ തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണലൊക്കെ വിഷുക്കാലത്താണെങ്കിലും ഒക്കെ പിന്നീടാണ് വന്നത്. അല്ലെങ്കിൽ കുറെ അന്നൊക്കെ അന്ന് ഇന്നത്തെ പോലെ നമുക്ക് സിനിമ കാണാനുള്ള സംവിധാനങ്ങൾ വളരെ കുറവുള്ള കാലമല്ല. അപ്പൊ തിയേറ്ററുകളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ വിടില്ല. അപ്പോൾ തിരക്ക് ഒഴിഞ്ഞിട്ട് പോയി കണ്ടാൽ മതി എന്നും പറഞ്ഞിട്ട് അങ്ങനെ എപ്പോഴും നമുക്കൊരു ഇതുണ്ടല്ലോ, അന്നൊരു എപ്പോഴും നമ്മൾ നിയന്ത്രിക്കാൻ കാരണന്മാരുള്ളൊരു കാലത്താണ് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ രീതിയിൽ ഒരു നിയന്ത്രണത്തിൽ നിന്നുകൊണ്ടുള്ള ഉത്സവം ആണെങ്കിലും വിഷു പോലെയുള്ള ഒക്കെ ആഘോഷങ്ങൾ ഒക്കെ കൊണ്ടാടിയിരുന്ന അങ്ങനെയായിരുന്നു. അപ്പൊ ഏറെക്കുറെ എൻ്റെ ഒരു ഓർമ്മയിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക്, അതായത് ആ പഴയ ഒരു വിഷുവിന്റെ കുറച്ച് കാര്യങ്ങൾ അമ്മേനോടൊന്നാണ് ചോദിച്ചറിയാം. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ചെമ്മാടാണ്. വിഷു ഞാൻ ചെമ്മാടാണ് എൻ്റെ വിഷു. അച്ഛനും അമ്മയും
എൻ്റെ 3 ആങ്ങളാരും ഞാൻ തന്നെയുള്ളൂ. അല്ലാതെ വേറെ ആരുമില്ല. ഞങ്ങളെ അച്ഛനും അമ്മയും മക്കളും തന്നെയുള്ളൂ. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് 40, 50 കാലങ്ങളിലാണ്. ഞാനന്ന് നന്ന ചെറുതാണ്. ഇപ്പോൾ എനിക്കൊരു 10, 15 വയസ്സായിട്ടേ ഉള്ളൂ. ഇന്ന് കാണുന്ന രീതിയിലുള്ള അന്നത്തെ കാലത്ത് വിഷുവിന് സൗകര്യങ്ങളില്ല. പടക്കം പൊട്ടിക്കലൊക്കെ അന്നുണ്ട്. ആ വിഷുവിൻ്റെ കുറച്ച് കഴിഞ്ഞാൽ വിഷു അറിയിക്കണ ഒരു ഓല കൊണ്ടുവരലുണ്ട് പണിക്കെത്തിയവർ. ഓലയും കൊണ്ടുവരും. അതിൽ നോക്കിയിട്ടാണ് വിഷുവിൻ്റെ എല്ലാ ഫലങ്ങളും അറിയല്. ആ. ഇപ്പം അതൊന്നും ഇല്ലല്ലോ. ഇപ്പം ഓലയൊന്നുമില്ല. അത് വിഷുക്കാലത്താണ്. വിഷുക്കാലത്തുണ്ട് ഒരു വിഷുപ്പട്ടി വിത്തും കൈക്കോട്ടും നിറയൽ ഒരു വിഷു. ഇപ്പൊ പുറപ്പെട്ടോ വിത്തും കൈക്കോട്ടും എന്നറിയല് അത്. ആ, 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 ആ. അന്നൊക്കെ എന്താണ് വിഷുവിൻ്റെ അന്ന് പെലച്ചയ്ക്ക് കടി കണ്ട ശേഷം ഒരു കൈനീട്ടാണ് അന്നത്തെ കാലത്ത് അതാണുള്ളത്. അന്നൊക്കെ പിന്നെ 4 8 കൊടുക്കുള്ളൂ. 50 പൈസയൊക്കെയാണ് ഓരോരുത്തർക്ക് കൊടുക്കുക. ഇന്നതൊന്നും വാങ്ങില്ല. നമുക്ക് ഉറുപ്പ്യല്ല കൊടുക്കുക. ഉം. എനിക്കൊക്കെ തരല് 10 പൈസയാണ് തരല് എൻ്റെ അച്ഛൻ. കൈനീട്ടം വല്ലതും കിട്ടിയാൽ അന്ന് വല്ല വളയോ മാലയൊക്കെ വാങ്ങും. വേറുള്ളവർക്കൊന്നും കൊടുക്കില്ല. അന്നൊക്കെ എന്താ സാധാരണ പോലെ ഒരു ഇതില്ലാത്തൊരു സദ്യയാണ് ഉണ്ടാവല്. ആ ആ 1-ാം തീയതി മേടമാസം 1-ാം തീയതിയാണ് അക്കാലത്ത്. 14-ാം തീയതി മേടമാസം 1-ാം തീയതി. അന്ന് പിന്നെ തലേ ദിവസം തന്നെ ഒരു ഓടിപ്പാച്ചിലും കണിയൊരുക്കല്, ഒരു സദ്യയോടും കൂടി കണിയൊക്കെ കൊണ്ട് ഒരുക്കി വയ്ക്കും. എങ്കിലല്ലേ ഒരു 4 മണിക്ക് പെലച്ച 4 മണിക്ക് കണി കാണാൻ പറ്റുള്ളൂ. അത് എൻ്റെ അമ്മയാണ് ഒരുക്കിയിരുന്നത്. അന്ന് എൻ്റെ വീട്ടിലന്ന് അമ്മയാണ് ഒരുക്കല്. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. നമുക്ക് വിഷുവിന്റെ വിശേഷങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകൾ നമുക്ക് വരാണ്ട്. അപ്പൊ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.